അപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഞാൻ. അപ്പം 3 ദിവസമായി ജോലിക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയല്ലേ, ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്താലോ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ വിത്ത് ഒരു ചെറിയൊരു ഗെറ്റ് റെഡി, ഒരു സിമ്പിൾ മേക്കപ്പ്. സിമ്പിൾ മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊന്ന് നാളെ ഹർത്താലാണ്. അപ്പം നാളെ ഹർത്താലായതുകൊണ്ട് ഫുഡ് വയ്ക്കാനൊന്നുമില്ല. അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കണം, ചിക്കൻ മേടിക്കണം. അപ്പം നാളെ കുറച്ച് ചിക്കനൊക്കെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നാളെ എല്ലാവരും ഹോസ്റ്റലിൽ നാളെ എല്ലാവരും കാണും. അപ്പം അതുകൊണ്ട് പോയി ചിക്കനൊക്കെ മേടിക്കണം. അപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകണമല്ലോ, പുറത്തോട്ട് പോകാൻ വേണ്ടി ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി കാണാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമ്മൾ ടോണർ. ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ ഹൈഫൻ്റെ ടോണറാണ്. ഇതിൻ്റെ അകത്ത് ഹൈഡ്രേറ്റിംഗ് സെറാമിഡ് ടോണർ എസൻസ് ആണുള്ളത്. ഇൻസ്റ്റന്റ്ലി ഹൈഡ്രേറ്റിംഗ് സ്കിൻ ഡ്രിങ്ക് നോർമൽ ഡ്രൈ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ. അപ്പം സ്കിന്നെ ഡീഹൈഡ്രേറ്റ് ആക്കും. ഇതിൻ്റെ അകത്ത് നിയാസിമൈഡ്, വൈറ്റ് നെക്ടർ, 5% വൈറ്റ് നെക്ടർ, പിന്നെ സെറാമൈഡ് കോംപ്ലെക്സ്, നിയാസിമൈഡ് ഇല്ല, സെറാമൈഡ് കോംപ്ലെക്സ്, NMF, ബേറ്റ ഗ്ലൂക്കോൺ, അതൊക്കെ ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത്. കുഴപ്പമില്ല, കൊള്ളാം. ഹൈഫൻ്റെ എനിക്ക് ഈ സെറം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതാ ഒരു മിൽക്കി ടൈപ്പാണിത്. അപ്പോൾ നമ്മളത് കുറച്ചെടുക്കുക, എൻ്റെ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യും. നമ്മളെപ്പം ചെയ്താലും മുകളിലോട്ട് നമ്മൾ എന്നിട്ടാലും കഴുത്തിലും കൂടി ഇടാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മുഖമൊരു കളർ കഴുത്തൊരു കളർ എന്നുള്ള രീതിയിലിരിക്കും. ആക്ച്വലി ഇവിടെ വെട്ടം കുറവാണ്, കാരണം എനിക്കറിയത്തില്ല ഇവിടെ വെച്ചെടുക്കണമെന്ന്, എൻ്റെ ലൈറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ടോണർ ഇട്ട് കഴിഞ്ഞു. അടുത്തത് ഹൈഫൻ്റെ തന്നെ ഡബിൾ ഷോട്ട് റേഡിയൻസ് ലിഫ്റ്റ് സെറമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 11% മാൻഡ്രെയിൻ, നിയാസമൈഡ്, അങ്ങനെ കുറേ സീസസം സെൽ, പിന്നെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്